കാസർഗോഡ് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥിയെ ആനയിച്ചുകൊണ്ട് നടന്ന റോഡ് ഷോ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇമ്പോർട്ടഡ് വസ്ത്രങ്ങളുടെ കമനീയ ശേഖരമൊരുക്കി സ്കൈലർ മെൻസ് വെഡിംഗ് സ്റ്റുഡിയോ. എല്ലാത്തരം വിവാഹ വസ്ത്രങ്ങളുടെ സ്റ്റിച്ചിങ്ങും ഷൂസും ചെരിപ്പുകളും ഉൾപ്പെടെ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുമ്പളയിലെ ഏറ്റവും വലിയ മെൻസ് വെഡിംഗ് കളക്ഷൻ സ്കൈലർ മെൻസ് വെഡിംഗ് സ്റ്റുഡിയോ, മീപിരി സെന്റർ, കുമ്പള. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബിജെപി ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം താളിപ്പടുപ്പിൽ നിന്ന് റോഡ് ഷോയായാണ് അശ്വിനി RDO മുമ്പാകെ പത്രിക നൽകാനെത്തിയത്. റോഡ് ഷോയിൽ സിനിമാ താരം ഹർഷിക പൂനാച്ച, മഞ്ചേശ്വരം എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എന്നിവരെത്തിയത് ശ്രദ്ധേയമായി. കാസർഗോഡ് മണ്ഡലത്തിൽ എൻഡിഎക്ക് വിജയമുറപ്പാണെന്ന് പത്രിക നൽകി പുറത്തിറങ്ങിയതിനു ശേഷം എം.എൽ. അശ്വിനി മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ ആഗ്രഹം ബിജെപി ഇവിടെ ജയിച്ചിട്ട്, ബിജെപിയുടെ MLA ജയിച്ചിട്ട് ഇവിടുത്തെ വോയിസ് ആയിട്ട് നിയമസഭയ്ക്ക് എത്തണം എന്ന് എല്ലാവരുടെ ആഗ്രഹമാണ്. ബിക്കോസ് നരേന്ദ്രമോദിജിയുടെ 11 ഇയേഴ്സിന്റെ ഡെവലപ്മെന്റും അതേപോലെ വികസിത ഭാരതം, വികസിത കേരളമിന്റെ വിഷൻ അത് വികസിത കാസർഗോഡ് കൂടി കൊണ്ടുവരുന്നു എന്ന ഉറച്ച ആത്മവിശ്വാസം ഉള്ളത്, കോൺഫിഡൻസ് ഉള്ളത് ബിജെപിയുടെ MLA വന്നെങ്കിൽ മാത്രമാണ്. സോ അത് ജനങ്ങൾ ഇന്ന് നമുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും വിജയത്തിന് മാത്രമല്ല, ഇനി വിജയിച്ചിട്ട് ആ ഭൂരിപക്ഷം എത്ര കൂട്ടണം എന്ന് മാത്രമാണ് ഞാൻ കാൽക്കുലേഷൻ ആക്കിക്കൊണ്ടിട്ടുള്ളത്. ബൈന്ദൂർ MLA ഗുരുരാജ്, ബെൽത്തങ്ങാടി MLA ഹരീഷ് പൂഞ്ച, പനവേൽ MLA പ്രശാന്ത് ഠാക്കൂർ, ദക്ഷിണ കന്നഡ ജില്ലാ പ്രസിഡന്റ് സതീഷ് കുമ്പല, ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത്, സംസ്ഥാന സമിതി അംഗം രവീശ് തന്ത്രി കുണ്ടാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.